ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നമ്മളുടെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനും റുവ ബേബിയും തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ റുവ ബേബിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ എണീച്ച് സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് കിച്ചണിൽ കയറുക. അപ്പോൾ രാവിലെ എണീക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. പിന്നെയുള്ള ടൈമൊന്നും അത്ര പ്രശ്നമില്ല. രാവിലെ നേരത്തെ എണീച്ച് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോൾ പിന്നെ ഇങ്ങനെ തണുത്ത് വരച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് കിച്ചണിൽ കയറുന്നത്. പിന്നെ ഞാൻ രാവിലെ തന്നെ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓഫീസിൽ കൊണ്ടുപോകാൻ നൂഡിൽസ് ഉണ്ടാക്കാം, ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ ലേറ്റായി പോയി. പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിത് ഇവിടെ ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കിയത്. പിന്നെ കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സൈഡിൽ നൂഡിൽസ് കുക്കായി വരുമ്പോൾ അപ്പുറത്ത് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നൂഡിൽസൊക്കെ സെറ്റായി പിന്നെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ ടൈമിലാണ് റുവ ബേബി എണിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇക്കുവിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞയച്ച് കുറച്ച് ടൈം പുറത്തു നിന്നിട്ട് പൂച്ചനൊക്കെ കണ്ടിട്ട് ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ ഒക്കെ കുടിച്ച് അപ്പോൾ റുവ ബേബിയും വെള്ളപ്പവും തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ റുവ ബേബിനെ ഉറക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ച്, കാരണം ഞങ്ങൾ രണ്ടുപേർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങലുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിടന്നു നോക്കി, പക്ഷെ ആൾ ഉറങ്ങണേ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, എണീക്ക ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫുൾ കരച്ചിൽ, റുവാനെ എടുക്കണം, ക്ലീനിങ് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് അവളെ എൻഗേജ്ഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ റുവാക്ക് കൊടുത്തതാണ് ഈ ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ കളേഴ്സൊക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റ്. അപ്പോൾ പിന്നെ ഞാനത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അവൾ ഹാപ്പി ആവുമല്ലോ അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതേ ഞാൻ കളേഴ്സൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫുള്ള് ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കളേഴ്സൊക്കെ എടുത്തിട്ട് വരക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജിൽ തന്നെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് റുവാടെ കൈ പിടിച്ചിട്ട് റുവ മറിയം എന്നൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ പേജിലൊക്കെ റുവ ബേബിൻ്റെ ഇഷ്ടം പോലെ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്, അപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ റുവ അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യണ ടൈമിൽ ഞാൻ പോയിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് തീർത്തുട്ടാ. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നോളൂ. എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ റുവാക്ക് മതിയായി. ഒരു സംഭവം ഇതിൽ കുറേ നേരം ഇരിക്കില്ല കേട്ടോ. കുറച്ച് ടൈം അതിൽ കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മതിയാവും. പിന്നെ അടുത്ത സംഭവം കൊടുക്കണം, അടുത്ത എന്തെങ്കിലും ടോയ്സോ. അവളെ ടോയ്സ് കൊടുക്കണക്കാട്ടി ഇഷ്ടം നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, കിച്ചണിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേ വരുന്നുണ്ട് ഇനി റുവാക്ക് ഫ്രൂട്ട് കഴിക്കണം പറഞ്ഞിട്ട്. ഇപ്പോൾ ജലദോഷം കാര്യങ്ങളൊക്കെ ആയ കാരണം അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഓറഞ്ച് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 10:30 ആവണ ടൈമായപ്പോൾ ഉറക്കം വന്നിട്ട് രാവിലെ പിന്നെ ഉറങ്ങാത്ത കാരണം കൊണ്ട് ബേബി അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പോൾ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങിയത്. ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് ഉറങ്ങി. അപ്പോൾ ഇതേ ഞാനിങ്ങനെ സെറ്റാക്കി കെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഉറക്കം കഴിഞ്ഞ് എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ തീർത്തു കേട്ടോ. അപ്പോൾ ഇതേ റുവ ബേബി എണീച്ചപ്പോൾ റുവാക്ക്
കുളിപ്പിച്ചൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ റുവ ബേബിക്ക് ഇന്ന് ചോറിൽക്ക് തക്കാളി ചട്നിയും പിന്നെ ഉരുളങ്കിഴങ്ങ് ഫ്രൈ ചെയ്തതുമാണ് ഉള്ളത്. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ സൈഡിൽ ആയിട്ട് വെക്കൂല, ഇങ്ങനെ ഉപ്പേരി സാധനങ്ങളൊക്കെ, അതൊക്കെയാണ് തിന്നാൻ കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇതേ അവളൊരു കുട്ടി ബുക്കുണ്ട്, ABCD ബുക്ക്. അതിൽ ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പം അവൾ കാണിച്ചു തരുമൊക്കെ ചെയ്യും കേട്ടോ, എവിടെയും ചോദിക്കുമ്പോൾ. ഇനിയില്ലേ ക്യാറ്റ് എവിടെ ഉള്ള ക്യാറ്റ് കാണിച്ചു തരും. ഉമ്മ ഇങ്ങനെ മറിക്കാട്ടാ, ക്യാറ്റ് വന്നാ പറയണേ. ആപ്പിൾ കാണിച്ചു തരൂ. ആപ്പിൾ ഉണ്ടോ? The world so high, like a diamond in the sky. സ്കൈ ഉണ്ടല്ലേ മുകളില്. ചുണ്ടൊരു കുട്ടിയാണ്, ഇതിലെന്റെ ചുണ്ടൊരു കുട്ടിയാണ്. എങ്ങനെ ട്വിങ്കിൾ ട്വിങ്കിൾ ആക്ക? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ആക്കിയേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. പോണട്ട കാറില് ബ്രും ബ്രും പോണട്ടാ. ഒറ്റക്ക് ഓടിക്കണ്ട കാറ്. നല്ല കുട്ടിയാണല്ലോ, ബിഗ് ഗേളായാ. ഒറ്റക്ക് കാർ ഓടിക്കണ്ട. അങ്ങനെ പിന്നെ കുറച്ച് ടൈമൊക്കെ റുവ ബേബിനായിട്ട് കളിച്ചതിന് ശേഷം പിന്നെ എനിക്കും വിശന്ന് തുടങ്ങി. അപ്പം ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറും പിന്നെ സെയിം പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ മീൻ കറിയാണ് കൂട്ടിയത്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് ഞാൻ ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ച്. അങ്ങനെ ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റുവാക്ക് കുറച്ച് ടൈം TV വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് അതിൽ ഈ ക്യാറ്റിൻ്റെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചാനലിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനത്തെ വീഡിയോസാണ് വരിക. അപ്പോൾ അവൾ അതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ച് റുവ ബേബിനായിട്ട് ഒന്ന് പുറത്തിറങ്ങാമെന്ന്. അപ്പോൾ ഇത് റുവ ബായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് പോകാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ തണുപ്പായ കാരണം സ്വെറ്ററും ക്യാപ്പും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൽ തുടങ്ങിയപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകണം, അതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതേ റുവ ബേബി ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടെങ്ങനെ വീഴാൻ പോകുമ്പോൾ നമുക്ക് പേടിയാവും, പെട്ടെന്ന് വീഴുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതേ എൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കല്ലായിട്ട് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ കല്ലൊക്കെ പറക്കിയിട്ട് കുറച്ച് ടൈം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് റുവ ബേബിനെയും കൂട്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഗ്രോസറി ഉണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അപ്പോൾ ഹാപ്പി ആവില്ലേ വിചാരിച്ച്. അങ്ങനെ ഞാൻ റുവ ബേബിനെ എടുത്ത് ഗ്രോസറിയുടെ അവിടം വരെ നടന്നപ്പോഴാണ് അറിയാണ് അത് ക്ലോസ് ആണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ടാ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും കുട്ടീസ് എല്ലാവരും ഭയങ്കര കളിയിലുണ്ട്. ഇവിടെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കളിക്കണം കണ്ടപ്പോഴാണെങ്കിൽ റുവ ബേബിക്ക് അവരെ കൂടെ പോകണം കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഓടണേൻ്റെ ഇടയിൽ ശ്രദ്ധിക്കില്ല അങ്ങനെ കുട്ടിയുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും ഇക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോക്കോസും പാലും കൂടിയിട്ട് അങ്ങനെയാണ് കഴിച്ചത്. എനിക്കിങ്ങനെ ചോക്കോസും പാലും കൂടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇക്കൊന്ന് ചോക്കോസിനെക്കാട്ടി ഇഷ്ടം കോൺഫ്ലേക്സ് ആണ്. പിന്നെ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി അത് കഴിച്ച് പിന്നെ റുവ ബേബി പാലൊക്കെ കുടിച്ച്. അതിന് ശേഷം പിന്നെ രാത്രിക്കലത്തെ ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ട, ബീഫ് കൊണ്ടാട്ടം, പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഉഷാറായിട്ട് അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റുവ ബേബിക്ക് ആണെന്നുണ്ടെങ്കിൽ രാത്രി കുറുക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു മൾട്ടിഗ്രെയിൻ ബേബി ഫുഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നാട്ടിൽ നിന്ന് ഉമ്മ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് 6 months എബവ് ഉള്ള എല്ലാ കുട്ടികൾക്കും കഴിക്കാം, നല്ലതാണ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അത് കൊടുക്കലുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സും കൂടി കണ്ട് തീർത്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.